എറണാകുളം ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജാതി അധിക്ഷേപവും തൊഴിൽ പീഡനവും എന്ന് പരാതി. ബാങ്ക് മാനേജർ അടക്കം രണ്ടുപേരെ പ്രതികളാക്കി എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു. എന്നാൽ 2023 നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിന്റെ കാരണം അന്വേഷിക്കണമെന്ന് പോലീസ്. സംഭവത്തിൽ ബാങ്ക് അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. അമൽ, ഗുഡ് ഈവനിംഗ്. ഈ കാലത്ത് ജാതി അധിക്ഷേപം എന്ന് പറയുമ്പോൾ തീർത്തും അപലപനീയമാണ്. പക്ഷെ 2023 നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം ഉയരുന്നത് സ്വാഭാവികമാണ് അല്ലേ അമൽ? കാലയളവ്, അതായത് ഒരു പരാതിയുടെ കാലയളവ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ പരാതിയിലുള്ള കഴമ്പ് എത്രമാത്രമാണ് എന്നതാണ് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യം. ഇവിടെ നടന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ പരാതിക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പോലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഒരു ബാങ്കിന്റെ, ദേശസാൽകൃതമായിട്ടുള്ള ഒരു ബാങ്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം ഒരു ഉദ്യോഗസ്ഥന്, അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായത് എന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അത് ഈ ഓവർസീസ് ബാങ്കിന്റെ എറണാകുളം ജോസ് ജംഗ്ഷനിലുള്ള ബ്രാഞ്ചിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ജാതി അധിക്ഷേപവും അതിക്രൂരമായിട്ടുള്ള മർദ്ദനവും ഇയാൾക്ക് നേരെ ഉണ്ടായത്. ഇതേ തുടർന്ന് ആണ് അന്ന് തന്നെ പോലീസിൽ പരാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് തൊട്ട് പോലീസ് അന്വേഷണങ്ങൾ നടത്തി വരികയായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ഈ പരാതിക്കാരന് അഹമ്മദാബാദിലേക്ക് സ്ഥലം മാറ്റുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഈ വാർത്ത മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. ഏതായാലും 2023 ഡിസംബറിലാണ് ഈ ഒരു പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പരാതിക്കാരന്റെ ഭാര്യ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പരാതിക്കാരൻ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, വിഷ്ണുവിന് ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹം ഇപ്പോഴും ഈ ബാങ്കിന്റെ എംപ്ലോയി തന്നെയാണ്. അതിനാൽ വിഷ്ണുവിന്റെ ഭാര്യയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനം? എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? എങ്ങനെയാണ് മാധ്യമങ്ങളിലേക്ക് എത്തിപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഫി എന്ന് പറയുന്ന യൂണിയനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്താണ് ഇത് മാധ്യമങ്ങളിലേക്ക് എത്തിയത്. ഞങ്ങൾ കോമൺ പീപ്പിൾ ആണ്. ഞങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാധ്യമത്തിലും വരാൻ പോകുന്നില്ല. ഈ ഒരു ജാതി അധിക്ഷേപം ഭർത്താവിന് നേരെ ഉണ്ടായത് ആരുടെ ഭാഗത്തുനിന്ന്, ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നായിരുന്നു? AGM കശ്മീർ സിംഗ്, CRM നിതീഷ് കുമാർ സിൻഹയുടെ ഭാഗത്തു നിന്ന്. എന്ത് പറഞ്ഞാണ് അവർ അധിക്ഷേപിച്ചത്? എന്തായിരുന്നു അതിന്റെ കാരണം? കാരണമൊന്നുമില്ല. കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അത് തന്നെയായിരുന്നു കാരണം. അവരുടെ നാട്ടിൽ, അതായത് ഇവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യൻസ് ആണ്. ഒരാൾ ഉത്തർപ്രദേശും ഒരാൾ ബീഹാറും. അവിടെയുള്ള ആൾക്കാർ ഈ ചെയ്യുന്ന തൊഴിൽ ഇതല്ല, നീ എങ്ങനെയാണ് ഈ ജോലിയിൽ എത്തിപ്പെട്ടതെന്നാണ് ചോദിച്ചത്. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അധിക്ഷേപിച്ചത്. ഇപ്പോ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് പേഴ്സണൽ ആയിട്ടുള്ള അജണ്ടയുടെ പുറത്താണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഉണ്ടായത്. ഇതിൽ മാധ്യമങ്ങൾ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണമെന്നൊക്കെയാണ് ബാങ്ക് പറയുന്നത്. എന്താണ് അവരുടെ ഭാഗത്തു നിന്ന് വിശദീകരണം? അങ്ങനെയാണ് ഇവരിങ്ങനെ പ്രതികരിച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവര് പറയുന്നത് ഈ സസ്പെൻഷന് ശേഷമാണ് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു എന്നാണ് ബാങ്ക് പറയുന്ന ഒരു ആക്ഷേപം എന്നാണ് ഞാൻ അറിയാനിടയായത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് കംപ്ലൈന്റ് പോയിരിക്കുന്ന ഓഗസ്റ്റ് മാസത്തിലാണ്. നവംബറിലാണ് നമുക്ക് സസ്പെൻഷൻ വരുന്നത്. അതിനുശേഷം പിന്നെയും ഞങ്ങൾ കംപ്ലൈന്റുമായിട്ട് പോയിരിക്കുന്നതാണ് ഡിസംബറിൽ. അല്ലാതെ ഡിസംബറിലല്ല ഞങ്ങളുടെ ഫസ്റ്റ് കംപ്ലൈന്റ്. അവർ പറയുന്ന അപ്പം തന്നെ തെറ്റല്ലേ? ഇപ്പോ ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ടോ? അഹമ്മദാബാദിലാണ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വെച്ച് കിട്ടിയിരിക്കുന്നത്. സ്വന്തം നാട്ടിലായുള്ള നേറ്റീവ് പ്ലേസ് ആണ് ഹസ്ബൻഡ്. ഇവിടെ ഇതുപോലത്തെ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു അഹമ്മദാബാദിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോട് തിരിച്ചു വരുന്ന പോലെ ഞങ്ങൾക്ക് ഇതുണ്ട്. ജോലിയേക്കാളും വലുത് ജീവനാണല്ലോ. അതുകൊണ്ട് പോയിട്ടില്ല. ഭർത്താവിനെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AGM കശ്മീർ സിംഗ് ഇതുപോലെ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യം പറഞ്ഞ് അത് പറ്റില്ല, ഞാൻ ബാങ്കിന്റെ ജോലി ചെയ്യാൻ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കൈകറക്കി പുറത്തടിച്ചിട്ടുള്ളത്. ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പരാതിയെല്ലാം അങ്ങേയറ്റം പേഴ്സണൽ ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗത്താണ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തന്നെയും ഈ കുടുംബത്തിന്റെ ആരോപണം അതീവ ഗൗരവമായി കാണേണ്ടതാണ്. പ്രത്യേകിച്ചും കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ, കേരളത്തിലുള്ള ഒരു വ്യക്തിയെ, മലയാളിയായ ഒരു വ്യക്തി ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തുകയും മർദ്ദിക്കുകയും മരുന്ന് മേടിക്കാനും ചായ മേടിക്കുവാനും പോകാൻ തന്റെ ജോലി ഇപ്പോൾ സാധിക്കില്ല, അതിനാൽ ജോലി കഴിഞ്ഞിട്ട് പോകാം എന്ന ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുകയും പ്രതികാര നടപടിയോടുകൂടി നേരിടുകയുമാണ് ചെയ്തത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നടന്നു എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ഈ കാലപ്പഴക്കം, പരാതിയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഇപ്പോൾ വന്നതിന്റെ ഒരു കാരണമൊക്കെ പരിശോധിക്കേണ്ടത് പോലീസാണ്. അതിൽ കൂടുതൽ നടപടികൾ അടുത്ത നാളുകളിൽ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ബാങ്ക് എംപ്ലോയീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമരം ഇപ്പോൾ ഓവർസീസ് ബാങ്കിന് മുന്നിലേക്ക് നടക്കാൻ പോകുന്നു എന്നാണ് ഈ മണിക്കൂറിൽ അറിയാൻ കഴിയുന്നത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അമൽ പറഞ്ഞ ഒരു കാര്യം വിശ്വസനീയമല്ല എന്ന് പറയാൻ കഴിയില്ല. വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണം ജാതി അധിക്ഷേപത്തിൻ്റെയൊക്കെ വാർത്തകൾ ഇങ്ങനെ നമ്മുടെ സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാംസ്കാരികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും അഹങ്കരിച്ചിട്ടുള്ള കേരളത്തിൽ ഇപ്പോഴും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.